പുള്ളി തലക്കെട്ട് ഭാഗം 2. കട്ടിയുള്ള ഒരു ലോഹത്തകിട് നിലത്ത് വീണതുപോലെ ങ്ണിങ് എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ഓടിച്ചെന്നപ്പോൾ എൻ്റെ സഹോദരിയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. വാതിൽ പാളികൾ മെല്ലെ ആടുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുക എന്നറിയാതെ പേടിച്ചു വിറച്ച് ഞാൻ നിന്നുപോയി. അടുത്ത നിമിഷം വരാന്തയിലെ വെളിച്ചത്തിൽ ജൂലിയ വാതിക്കലേക്ക് നീങ്ങുന്നത് കണ്ടു. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. വീഴാതിരിക്കാൻ കൈകൾ അന്തരീക്ഷത്തിൽ പരതിക്കൊണ്ട് മദ്യപിച്ചവളെ പോലെ അവൾ ആടിക്കൊണ്ടിരുന്നു. ഞാൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് കാലുകൾ കുഴഞ്ഞ് അവൾ നിലത്ത് വീണു. അസഹ്യമായ വേദന കൊണ്ടെന്നതുപോലെ അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. കൈകാലുകൾ കോച്ചി വലിച്ചു. ഞാൻ കുനിഞ്ഞ് ആ മുഖത്ത് നോക്കി. എന്നെ അവൾ തിരിച്ചറിഞ്ഞില്ലെന്ന് തോന്നി. പെട്ടെന്ന് അവൾ പൊട്ടിക്കരഞ്ഞ് ഒരു വല്ലാത്ത ശബ്ദത്തിൽ വിലപിച്ചു. ഹോ, അതെനിക്ക് മറക്കാൻ വയ്യ. ദൈവമേ, ഹെലൻ പുള്ളിത്തലക്കെട്ട് തന്നെ. വേറെന്തോ കൂടി പറയാൻ അവൾ ആഗ്രഹിച്ചിരുന്നുവെന്ന് തോന്നി. ഡോക്ടറുടെ മുറിക്ക് നേരെ അവൾ വിരൽ ചൂണ്ടി. ശബ്ദം പുറത്തു വന്നില്ല. വീണ്ടും ഒരു വിറയൽ. അവൾ നിശ്ചലയായി. ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ചിറ്റപ്പൻ്റെ മുറിയിലേക്ക് ഓടി. ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് പുറത്തേക്കിറങ്ങുകയായിരുന്നു അദ്ദേഹം. അടുത്തു വന്നപ്പോൾ എൻ്റെ സഹോദരി ബോധരഹിതയായിരുന്നു. അദ്ദേഹം കുറച്ച് ബ്രാൻഡി അവളുടെ വായിലേക്കൊഴിക്കാൻ ശ്രമിച്ചു. ഡോക്ടറെ വിളിക്കാൻ ആളുപോയി. എല്ലാം വൃഥാവിലായി. അവൾക്ക് പിന്നെ ബോധം വീണ്ടു കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ മരിച്ചു. അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭയാനകമായ അന്ത്യം സംഭവിച്ചത്. ഒരു നിമിഷം നിൽക്കൂ, ഹോംസ് പറഞ്ഞു. ചൂളം വിളിയും ലോകകഷ്ണം വീണതുപോലുള്ള ശബ്ദവും നിങ്ങൾ സ്പഷ്ടമായി കേട്ടുവോ? സത്യം ചെയ്യാമോ? ഇതേ ചോദ്യം മജിസ്ട്രേറ്റും എന്നോട് ചോദിച്ചിരുന്നു. 2 ശബ്ദവും ഞാൻ കേട്ടുവെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. പിന്നെ രാത്രിയിലെ കാറ്റും മഴയുമൊക്കെ കൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാവുമോ എന്തോ. നിങ്ങളുടെ സഹോദരി ഏത് തരം വസ്ത്രമാണ് ധരിച്ചിരുന്നത്? ഉറങ്ങാൻ പോകുമ്പോഴുള്ള വസ്ത്രങ്ങൾ തന്നെ. അവളുടെ വലത്തെ കൈയിൽ എരിഞ്ഞടങ്ങിയ ഒരു തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് അവൾ തീപ്പെട്ടി ഉരച്ച് ചുറ്റും നോക്കിയെന്നർത്ഥം. അത് പ്രധാനമാണ്. പോലീസിൻ്റെ നിഗമനം എന്തായിരുന്നു? പോലീസ് അന്വേഷണത്തിൽ അമാന്തതയൊന്നും ഉണ്ടായില്ല. ഡോക്ടർ റോയിലോട്ട് കുപ്രസിദ്ധനായിരുന്നല്ലോ. എങ്കിലും മരണത്തിന് മതിയായ കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെ അഭിപ്രായത്തിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരുന്ന വാതിൽ എൻ്റെ സഹോദരി തന്നെയാണ് തുറന്നത്. ജനാലകൾ രാത്രി തോറും അടച്ചു കുറ്റിയിട്ടിരുന്നു. ചുമരുകൾ നല്ല കട്ടിയുള്ളവയാണ്. നിലത്തും വിള്ളലുകളൊന്നുമില്ല. പുകക്കുഴൽ വിസ്താരമേറിയതാണെങ്കിലും മുകളിൽ ഇരുമ്പഴികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ മുറിവുകളൊന്നും കാണപ്പെട്ടില്ല. അതുകൊണ്ട് മുറിക്കുള്ളിൽ മറ്റാരും പ്രവേശിച്ചിരിക്കാനിടയില്ല. വിഷബാധയേറ്റതാകുമോ? ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല. എങ്കിൽ ആ ഹതഭാഗ്യയുടെ മരണത്തിന് ഹേതു എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഭയവും ഞെട്ടലും കൊണ്ടാണ് അവൾ മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് കണ്ടിട്ടാണ് ഭയപ്പെട്ടതെന്ന് ഊഹിക്കാൻ സാധിക്കുന്നില്ല. അന്ന് മൈതാനത്തിൽ നാടോടികൾ ഉണ്ടായിരുന്നോ? ഹോംസ് ചോദിച്ചു. ഉണ്ടായിരുന്നു. കുറേ പേർ എപ്പോഴും അവിടെ തന്നെ കാണും. അത് ശരി. പിന്നെ പുള്ളിത്തലക്കെട്ട് എന്ന് പറഞ്ഞത് എന്തിനെയാണ് സൂചിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ബോധക്കേടിൽ പുലമ്പിയതാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതോ നാടോടികളെക്കുറിച്ചുള്ള സൂചനയോ? അവരിൽ ചിലർ ചിലപ്പോൾ പുള്ളികളുള്ള തുവാല തലയിൽ കെട്ടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹോംസ് തൃപ്തി വരാത്തതുപോലെ തലയാട്ടി. ഇത് കുറെ കൂടി ആഴമേറിയതാണ്. ശരി, കഥ തുടരൂ. അത് കഴിഞ്ഞ് 2 വർഷം കടന്നുപോയി. ഞാൻ ഏകാകിനിയായി. കഴിഞ്ഞ മാസം വളരെ കാലം എന്നെ അറിയാമായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് സഹായത്തിനെത്തി. പേഴ്സി ആർമിറ്റേജ് എന്ന പേരുള്ള അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു. ചിറ്റപ്പൻ ഇതറിഞ്ഞപ്പോൾ വിസമ്മതം പ്രകടിപ്പിച്ചില്ല. 4 മാസം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ഉറപ്പിച്ചു. 2 ദിവസം മുമ്പ് വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ചില അറ്റകുറ്റപ്പണികൾ തുടങ്ങി. എൻ്റെ കിടപ്പുമുറിയിലെ ഒരു ചുമര് തുറന്നതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിയുടെ മുറിയിലേക്ക് മാറി. അവൾ കിടന്ന അതേ കട്ടിലിൽ എനിക്ക് ഉറങ്ങേണ്ടി വന്നു. ഇന്നലെ രാത്രി എൻ്റെ സഹോദരിയുടെ ദുരന്തത്തെക്കുറിച്ചോർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നപ്പോൾ അന്ന് മൃത്യുവിൻ്റെ സംഗീതം എന്നതുപോലെ കേട്ട ചൂളം വിളി എൻ്റെ കാതുകളിലുമെത്തി. എൻ്റെ അപ്പോഴത്തെ സ്ഥിതിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ചാടി എണീറ്റ് വിളക്ക് കത്തിച്ചു. മുറിയാകെ പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. പിന്നീട് രാത്രി ഞാൻ ഉറങ്ങിയില്ല.
പുലർച്ചയ്ക്ക് ആരും അറിയാതെ പുറത്തിറങ്ങി കുതിരവണ്ടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. താങ്കളെ കാണാനും ഉപദേശം ആരായാനും വേണ്ടിയാണ്. നിങ്ങൾ ചെയ്തത് ബുദ്ധിപൂർവമായി, എൻ്റെ സുഹൃത്ത് പറഞ്ഞു. പക്ഷേ നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല മിസ് റോയ്ലോട്ട്, എല്ലാം പറഞ്ഞില്ല. ചിറ്റപ്പനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? മറുപടിയായി ഹോംസ് ഹെലന്റെ ഫ്രോക്കിന്റെ കൈ അല്പം മേൽപോട്ടുയർത്തി. അവിടെ വെളുത്ത മാംസത്തിൽ 5 വിരലുകളുടെ അടയാളം പതിഞ്ഞു കിടന്നിരുന്നു. അയാൾ ഒരു ക്രൂരൻ തന്നെ. ആ സ്ത്രീയുടെ മുഖം ചുവന്നു. കൈ മറച്ചുകൊണ്ട് അവർ പറഞ്ഞു, ചിറ്റപ്പൻ മുരടനാണ്, നല്ല ശക്തിയുമുണ്ട്. നീണ്ടുനിന്ന നിശബ്ദത. ഹോംസ് താടിക്ക് കൈകൊടുത്ത് നെരിപ്പോടിൽ നോക്കിയിരുന്നു. കുറെ സമയം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, കുറെ ഗഹനമായ കേസാണിത്. അനന്തര നടപടിയെക്കുറിച്ച് തീർച്ചയാക്കും മുമ്പ് 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്ന് ഞങ്ങൾ സ്റ്റോക്ക് മൊറാനിൽ വന്നാൽ നിങ്ങളുടെ ചിറ്റപ്പനറിയാതെ മുറികൾ കാണാൻ തരപ്പെടുമോ? ഇന്ന് അദ്ദേഹം ഏതോ കാര്യത്തിന് പട്ടണത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. സന്ധ്യയ്ക്ക് മടങ്ങുകയുള്ളൂ അത്രേ. ഒരു കിഴവി ജോലിക്കാരിയാണുള്ളത്. പ്രശ്നമില്ല, അവൾ ഒരു പൊട്ടിയാണ്. അത് കൊള്ളാം വാട്സൺ, ഒരു യാത്ര ചെയ്യാൻ വിരോധമില്ലല്ലോ? തീരെയില്ല. എന്നാൽ ഞങ്ങൾ 2 പേരും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? നഗരത്തിൽ വന്ന സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 12 മണിക്കുള്ള തീവണ്ടിയിൽ മടങ്ങും. നിങ്ങൾ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എത്തും. ഇപ്പോൾ അല്പം ജോലി തിരക്കുണ്ട്. കാപ്പി കൂടി കഴിഞ്ഞ് പോയാൽ പോരെ? ഇല്ല, ഉടനെ പോവുകയാണ്. ഇപ്പോഴെനിക്ക് സമാധാനമായി. എൻ്റെ വിഷമതകൾ മനസ്സിലാക്കിയ ഒരാളുണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ് വീണ്ടും കാണാം. ഞാൻ കാത്തിരിക്കും. മൂടുപടം ധരിച്ച് അവർ പുറത്തിറങ്ങി നടന്നു മറഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്സൺ? ഹോംസ് കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു. വളരെ ഗഹനവും ദുരുദ്ദേശപരവുമാണെന്ന് തോന്നുന്നു. ഗഹനവും ദുരുദ്ദേശപരവും തന്നെ. പിന്നെ വാതിലും തറയുമൊക്കെ അവർ പറയുന്നത് പോലെ വിടവില്ലാത്തതാണെങ്കിൽ, ജനാലയും വാതിലും അടച്ചിരുന്നെങ്കിൽ ആ സ്ത്രീ മരിക്കുമ്പോൾ മുറിയിൽ മറ്റാരും ഉണ്ടായിരിക്കാൻ ഇടയില്ല. എങ്കിൽ ആ ചൂളം വിളി എവിടെ നിന്ന് വന്നു? മരണസമയത്ത് അവൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. രാത്രി കേട്ട ചൂളം വിളിയും നാടോടികളുടെ സാന്നിധ്യവും അവരുമായി നമ്മുടെ ഡോക്ടർക്കുള്ള ബന്ധവും ഹെലന്റെ വിവാഹം നടക്കരുതെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടാകാൻ ഇടയുണ്ടെന്ന നമ്മുടെ തോന്നലും പുള്ളിത്തലക്കെട്ടിനെക്കുറിച്ചുള്ള സൂചനയും സർവോപരി ലോഹക്കഷ്ണം വീണതുപോലെ മിസ് ഹെലൻ കേട്ട ശബ്ദവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ അന്വേഷണം ആ വഴിക്ക് തന്നെയായാൽ നമുക്കിത് തെളിയിക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാടോടികൾ എന്തു ചെയ്തുവെന്നാണ് പറയുന്നത്? എന്തോ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ സിദ്ധാന്തത്തിൽ നിരവധി പാളിച്ചകൾ ഞാൻ കാണുന്നു. ഞാനും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മറാനിൽ പോകുന്നത്. പാളിച്ചകളുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കാം. ഇതെന്തൊരു കൂത്ത്! പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഒരു തടിയൻ അകത്ത് കയറി വന്നത് കണ്ടാണ് ഹോംസ് അങ്ങനെ പറഞ്ഞു പോയത്. കറുത്ത കോട്ടും തൊപ്പിയും കയ്യിലൊരു ചാട്ടക്കമ്പുമായി ആഗതൻ നിന്നു. നിറയെ ചുളിവുകളുള്ള വെയിൽ കൊണ്ട് ചുവന്ന അയാളുടെ വലിയ മുഖത്ത് ക്രൂരത നിഴലിച്ചിരുന്നു. നീണ്ടു വളഞ്ഞ മാംസമില്ലാത്ത നാസികയും തുറിച്ച ചുവന്ന ഉണ്ടക്കണ്ണുകളും ഒരു കഴുകനെയാണ് ഓർമ്മിപ്പിച്ചത്. ഞങ്ങളെ 2 പേരെയും മാറി മാറി നോക്കിയിട്ട് ആ രൂപം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഷെർലക് ഹോംസ്? എൻ്റെ പേരാണ് സാർ. പക്ഷേ താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല. ഹോംസ് ശാന്തനായി പറഞ്ഞു, ഞാനാണ് സ്റ്റോക്ക് മൊറാനിലെ ഡോക്ടർ ഗ്രിംബി റോയ്ലോട്ട്. ഓഹോ, ഡോക്ടർ ഇരിക്കൂ. ഞാൻ ഇരിക്കാൻ വന്നതല്ല. എൻ്റെ വളർത്തുമകൾ ഇവിടെ വന്നിരുന്നല്ലോ. അവൾ എന്താണ് പറഞ്ഞത്? ഇക്കൊല്ലം തണുപ്പ് കുറെ കൂടുതലാണ്, ഹോംസ് പറഞ്ഞു. അവൾ എന്തു പറഞ്ഞെന്നാണ് ഞാൻ ചോദിച്ചത്. വൃദ്ധൻ അലറി. ഈ കൊല്ലം മഞ്ഞളിന് നല്ല വിളവുണ്ടാകുമെന്ന് കേട്ടു. അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഹോംസ് തുടർന്നു. ഓഹോ, എന്നെ ബേജാറാക്കാമെന്നാണോ? അയാൾ ചാട്ട ചുഴറ്റി ഒരു ചുവട് മുന്നോട്ട് വെച്ചു. എനിക്ക് തന്നെ അറിയാം, താനൊരു തെമ്മാടിയാണ്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഹോംസ് അധിക പ്രസംഗി. ഹോംസ് ചിരിച്ചു. ഹോംസ് പരകാശ വ്യഗ്രൻ. ഹോംസ് പൊട്ടിച്ചിരിച്ചു.
ഹോംസ് വലിയ കുറ്റാന്വേഷകൻ, സ്കോട്ട്ലാൻഡ് യാർഡ് തലവൻ. കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, നിങ്ങൾ രസികനാണല്ലോ. പുറത്തു പോകുമ്പോൾ വാതിലടയ്ക്കാൻ മറക്കരുത്, തണുത്ത കാറ്റടിക്കുന്നു. ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ടേ പോകുന്നുള്ളൂ. എൻ്റെ കാര്യത്തിൽ തലയിടരുത്. എൻ്റെ മകൾ ഇവിടെ വന്നിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ അവളെ പിന്തുടരുകയായിരുന്നു. എന്നോട് കളിക്കുന്നത് നന്നല്ല. ഞാൻ അല്പം പിശകാണ്. ഇത് കണ്ടോ? അയാൾ മുന്നോട്ട് വന്ന് അവിടെ നെരിപ്പോടിൽ തീക്കനൽ ഇളക്കിയിടാൻ വെച്ചിരുന്ന ഇരുമ്പ് ദണ്ട് വലിയ കൈകൾ കൊണ്ടെടുത്ത് വില്ല് പോലെ വളച്ചു. എൻ്റെ ഈ കയ്യിലകപ്പെടാതെ നോക്കുന്നതാണ് തനിക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ ദണ്ട് അവിടെയിട്ട് അയാൾ തിരിഞ്ഞു നടന്നുപോയി. ഒരു സൽഗുണ സമ്പന്നനാണെന്ന് തോന്നുന്നു, ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. എനിക്ക് അയാളുടെ അത്ര തടിയില്ല. പക്ഷേ അയാൾ ഇവിടെ കുറേ നേരം കൂടി നിന്നിരുന്നുവെങ്കിൽ എൻ്റെ കൈകൾക്കും ശക്തി കുറവില്ലെന്ന് ഞാൻ കാണിച്ചു കൊടുത്തേനെ. വളഞ്ഞ ഇരുമ്പ് ദണ്ട് ഹോംസ് കയ്യിലെടുത്ത് നിവർത്തി പൂർവ്വസ്ഥിതിയിലാക്കി. ഞാനൊരു പോലീസ് ഡിറ്റക്റ്റീവാണെന്ന് അയാൾ ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല നേരം പോക്ക്. നമ്മുടെ ഗവേഷണം ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. അയാൾ അറിയാതെ ആ പെൺകുട്ടി ഇവിടെ വന്നത് അത്ര പന്തിയായില്ല. വരൂ വാട്സൺ, നമുക്ക് പ്രാതൽ കഴിക്കാം. എന്നിട്ട് ഞാൻ ഡോക്ടേഴ്സ് ക്ലബിൽ ചെന്ന് ചില വിവരങ്ങൾ തിരക്കട്ടെ. ഷെർലക് ഹോംസ് മടങ്ങി വന്നപ്പോൾ മണി 1 കഴിഞ്ഞിരുന്നു. അക്കങ്ങളും പേരുകളും കുറിച്ചിരുന്ന ഒരു നീലക്കടലാസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോഴുണ്ടായിരുന്നു. അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ ഇഷ്ടദാന പത്രം ഞാൻ കണ്ടു, ഹോംസ് പറഞ്ഞു. അതിലെ പണമിടപാട് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ കുറേ പാടുപെട്ടു. അന്ന് 1100 പവനായിരുന്നു. ഇന്ന് കൃഷിഭൂമിയിലുണ്ടായ വിലയിടിവ് കാരണം 750 ചുരുങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന അവസരത്തിൽ ഓരോ പെൺകുട്ടിക്കും 250 പവൻ വീതം കിട്ടണം. 2 പേരുടെ ഓഹരി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡോക്ടർക്ക് അധികമൊന്നും കിട്ടാനില്ല. ഒരുവൾ വിവാഹിതയായാൽ പോലും അയാളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലത്തെ എൻ്റെ പ്രയത്നം വിഫലമായില്ല. കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. നാം അയാളുടെ കാര്യത്തിൽ തൽപരരാണെന്നറിഞ്ഞതുകൊണ്ട് ഇനി താമസിച്ചുകൂടാ. വാട്സൺ, നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കുടനെ പുറപ്പെടണം. ഒരു വണ്ടി പിടിച്ച് സ്റ്റേഷനിലെത്താം. നിങ്ങൾ റിവോൾവർ കൂടി പോക്കറ്റിൽ കരുതിക്കൊള്ളൂ. ഇരുമ്പ് കമ്പി വളയ്ക്കുന്നവനെ നേരിടാൻ നിരായുധരായി പോയാൽ പോരാ. പിന്നെ പല്ല് തേക്കാനുള്ള ഒരു ബ്രഷ് കൂടി ഇരിക്കട്ടെ. വാട്ടർലൂവിൽ അധിക നേരം തീവണ്ടിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. ലെതർഹെഡിൽ ഇറങ്ങി ഒരു കുതിരവണ്ടിയിൽ 4-5 മൈൽ യാത്ര ചെയ്തു. നല്ല പ്രകാശമുള്ള പകൽ. ആകാശത്തിൽ അങ്ങിങ്ങ് പഞ്ഞി പോലെ പാറിയിരുന്ന മേഘശകലങ്ങൾ. വൃക്ഷങ്ങളിലും ചെടികളിലും വർഷാരംഭത്തിൻ്റെ ആദ്യത്തെ മുളകൾ പൊട്ടിവിടർന്നു തുടങ്ങിയതേയുള്ളൂ. പുതുമണ്ണിൻ്റെ മണം വായുവിൽ തങ്ങി നിന്നു. പ്രകൃതിയുടെ സിക്തതയും ഞങ്ങളുടെ തെരച്ചിലിന് നിദാനമായ പ്രശ്നത്തിൻ്റെ കാഠിന്യവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. എൻ്റെ സുഹൃത്ത് വണ്ടിയുടെ മുൻപിലത്തെ സീറ്റിൽ തലകുനിച്ച് തൊപ്പികൊണ്ട് കണ്ണുകൾ മറച്ച് ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് എൻ്റെ തോളിൽ തട്ടി. പുൽത്തകിടിയിലേക്ക് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, അതാ നോക്കൂ. ഒരു ചരിവിൽ വൻ വൃക്ഷങ്ങൾ വളർന്നു നിന്നിരുന്നതിനപ്പുറം വളരെ പഴയ ഒരു മാളികയുടെ മേൽക്കുര ഉയർന്നു കണ്ടു. സ്റ്റോക്ക് മൊറാൻ. അതെ, അതാണ് ഡോക്ടർ ഗ്രിംസ്ബി റോയ്ലോട്ടിൻ്റെ വീട്, വണ്ടിക്കാരൻ പറഞ്ഞു. അതാ ആ കാണുന്ന കെട്ടിടങ്ങൾ ഏതാണ്? അതിനു ചുറ്റുമുള്ള ഗ്രാമമാണ്. മാളികയിലേക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങി കടമ്പ കടന്ന് വരമ്പത്തുകൂടി നടന്നാൽ വേഗം എത്താം. അതാ ആ സ്ത്രീ വരുന്ന വഴിയെ പോയാൽ മതി, വണ്ടിക്കാരൻ ചൂണ്ടിക്കാണിച്ചു. അത് മിസ് ഹെലൻ ആണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ഇറങ്ങാം, ഹോംസ് പറഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി കൂലി കൊടുത്തു. വണ്ടി ലെതർഹെഡിലേക്ക് മടങ്ങി. ഞങ്ങളുടെ ആഗമനോദ്ദേശം എന്താണെന്ന് വണ്ടിക്കാരൻ ചോദിക്കാഞ്ഞത് നന്നായി, ഹോംസ് പറഞ്ഞു. വീട് നന്നാക്കാനോ മറ്റോ വന്നവരാണെന്ന് കരുതിയിരിക്കും. ഹലോ മിസ് ടോണർ, ഞങ്ങൾ പറഞ്ഞതുപോലെ കൃത്യസമയത്തെത്തിയില്ലേ? ഞങ്ങളുടെ ആതിഥേയ സന്തോഷത്തോടെ ഓടിവന്ന് കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ചിറ്റപ്പൻ പട്ടണത്തിൽ പോയിട്ട് വൈകുന്നേരമേ വരൂ. ഞങ്ങൾക്ക് ആ മാന്യനുമായി പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. ചുരുക്കം ചില വാക്കുകളിൽ ഹോംസ് സംഭവം വിവരിച്ചു. യുവതി ആലില പോലെ വിറച്ചു. ദൈവമേ, അങ്ങേരെന്നെ പിന്തുടരുകയായിരുന്നോ എന്ന് തന്നെ തോന്നുന്നു, ഹോംസ് പറഞ്ഞു.
അദ്ദേഹം കൗശലക്കാരനാണ്. എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് തന്നെ തോന്നുന്നു. തിരിച്ചു വരുമ്പോൾ എന്തു പറയുമോ എന്തോ. അയാളേക്കാൾ കൗശലക്കാരനായ ഒരാളുടെ ദൃഷ്ടി തൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കും.